സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്, ലൈക്ക് ചെയ്യണേ ഗായ്സ്. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അക്വഡേറ്റിലാണ്. നമ്മൾ കറവറുള്ള അക്വഡേറ്റിൽ വന്നപ്പോൾ മുതൽ പോകണം എന്ന് വിചാരിച്ച് ഇന്നാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കണ്ടാൽ തന്നെ ഒരു ഫോറസ്റ്റാണ് ഗൈസ് ഇവിടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഗൈസ് നമ്മൾ അക്വഡേറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങ് വണ്ടി നമുക്ക് ഒതുക്കിയിട്ട് വേണം നമുക്ക് അക്വഡേറ്റൊക്കെ ഒന്ന് കാണാനായിട്ട്. പിന്നെന്താ പറയുക, നമ്മുടെ മണലിലും ഇതേപോലെ തന്നെയാണ് അക്വഡേറ്റ് കേട്ടോ. അപ്പം ഈ കറവൂരുള്ള അക്വഡേറ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. മണലിലുള്ള അക്വഡേറ്റിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അക്വഡേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണലിലും ഇങ്ങനെ ഒരു അക്വഡേറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല വെയിലാണ്, ചുട്ട വെയിലാണ്. ഏകദേശം 11-11:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ ഇവിടുന്ന് അടുത്ത കേട്ടോ. ജസ്റ്റ് ചുമ്മാ അക്വഡേറ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നയാ. ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വരണം, വൈകിട്ട് വന്നാൽ സെറ്റായിരിക്കും. ആകാശമൊക്കെ നല്ല അടിപൊളിയല്ലേ, പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ആണ്ടിരിക്കുന്നത് എൻ്റെ എടുക്കുവാ. വെള്ളം കാണുവാന്നോ? ആ തലയിടരുത് കണ്ട, അവന് ഹാപ്പി, നമ്മളും ഹാപ്പി. കൊള്ളാമോ വെള്ളം? തല ഇങ്ങോട്ടിടറാ, ഇങ്ങോട്ടിട്. ആ ോ വീണ്ടോക്ക് പറ, വെള്ളം കാണുമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്, ലൈക്ക് ചെയ്യണേ ഗായ്സ്. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം. എന്തോന്നറിയോ, വെള്ളച്ചാട്ടം അല്ല ഗൈസ്, നമ്മൾ അന്ന് പോയ കടവില്ലേ, ആ കടവാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യൂവും പിന്നെ ആകാശമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പീസ്ഫുൾ ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഇതോ ആ കാണുന്ന ബസ്സിലാണ് കേട്ടോ ഞാൻ എന്നും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ കാറ് കിടക്കുന്നിടത്ത് പോയി നനച്ചേട്ടൻ പറഞ്ഞ് വാ പോവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിലായിരിക്കുന്നത്, പക്ഷെ ആള് വേറെ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഒരു ഐഡിയ ഇല്ല. പെയ്യെ വരാം ഗൈസ്. ഇതൊരു സർപ്രൈസ് ആയിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ അക്വഡേറ്റിൽ പോയിട്ട് ഞാൻ വീട്ടിൽ പോവാം എന്നാ വിചാരിച്ച് ഗൈസ്. നമ്മൾ അവിടുന്ന് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എവിടെ വരുന്നേന്നുള്ളത്. അങ്ങനെ നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന് കമ്പിപ്പാലം എന്ന് പറയാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം സത്യത്തിൽ. എന്തുവാ, നമ്മൾ ഇവിടെ വരെ വന്നിട്ട് എവിടെ അക്വഡേറ്റിൽ വന്നിട്ട് പോവാന്ന് പറഞ്ഞ് വന്നിട്ട് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയി ഗൈസ്. അപ്പം വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിച്ചിറങ്ങണം. ഇപ്പം മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു സമയം കേട്ടോ. അപ്പം സൂക്ഷിച്ചിറങ്ങണം, തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെയ്യെ പോകണം. എന്തായാലും എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, വരാത്തവരുണ്ടെങ്കിൽ വരാൻ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് കയറി നോക്കിട്ട് വരാം. വീടത്തൊന്നും അങ്ങനെ കേസ് നമ്മൾ കയറാൻ പോയ സമയത്തായിരുന്നു 4 പേര് വന്ന കേട്ടോ. അപ്പം അവരാണ് കാണുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കയറാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. താഴെ നമ്മൾ എന്താ പറയുന്നത്, ഫുൾ റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ ഇടയ്ക്കൂടാണ് ഇങ്ങനെ ഒരു പാലം കേട്ടോ. ഈ പാലം ഞാൻ ഇതിൻ്റെ എവിടെ നിൽക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇവിടെ ഞാൻ നിൽക്കുന്നത്, അവിടാണ് നമ്മുടെ എൻട്രി തുടങ്ങുന്നത്, അല്ലെങ്കിൽ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് ഞാൻ അവിടം വരെ പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പേടി പോലെ തോന്നി. അച്ഛനും മോനും കൂടെ അങ്ങ് പോയിട്ട് വരും. ഞാൻ പിന്നെ ഇവളും കൂടെ ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്കൊരു പേടി. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോവാം. എന്ത് പറയുന്നത്, നമ്മൾ സേഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പോയിട്ട് വരിക. കാരണം അടങ്ങിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, അടങ്ങിയിരിക്കാത്ത കുട്ടികളാണെങ്കിൽ പാലും വെള്ളത്തിൽ പണി കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണാൽ പോലും വെള്ളത്തിനടിയിൽ ഫുള്ള് പാറയൊക്കെയാണ് കേട്ടോ. അപ്പം അപകടം ഭയങ്കരമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാം.
എന്തോ പറ്റി തരത്തില്ല ലക്കി. അങ്ങനെ അങ്ങനെ ലക്കി പോയിട്ട് ഇപ്പം വരും. അവനൊരു ആഗ്രഹം, അവൻ പോയിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ നനച്ചേട്ടൻ ഉണ്ടല്ലോ. അപ്പം ഇവിടെ വരുന്നവർ കമ്പിപ്പാലത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. അറിയാത്തവർ ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഈ ഇത് കുഞ്ഞു പാലമല്ലേ, അപ്പുറത്തുനിന്ന് പോയിട്ട് ഇപ്പുറത്ത് വന്നുകൂടെ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര, ഞാൻ അവിടെ ഒരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്ക് ഈ ഇലയും കഴിഞ്ഞ് അപ്പുറത്ത് അവിടം വരെ ഞാൻ പോയി കേട്ടോ. ആ സെൻട്രൽ പോർഷൻ എത്തിയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എലോ എന്നൊരു പേടിയായിപ്പോയി. അതുകൊണ്ട് സേഫായിട്ട് പോയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ, അല്ലാതെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ആരും പോവാതിരിക്കുക. സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം. നമ്മളാണ് നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. കാരണം വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അവെയർ ഇല്ല. ഇപ്പം ലക്കിക്ക് പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അവൻ ആസ്വദിക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പേരൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ പേരൻസ് എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ. കമ്പിപ്പാലം ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇപ്പോഴില്ല, ഇനിയാണെങ്കിലും നമുക്ക് കയറാമല്ലോ. നമ്മൾ ആ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ, അവിടുന്ന് താഴെ നടന്നു വരുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റിക്കിടക്കുക. മഴയൊക്കെ പെയ്ത് തെറ്റിക്കിടക്കുക. കല്ലൊക്കെയാണ്. വീണ് കഴിഞ്ഞാലും അവിടം തൊട്ടേ നമ്മൾ സൂക്ഷിച്ച് വളരെ അവെയറായിട്ട് തന്നെ കൊണ്ടുവരണം. വലിയവരാണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ സൺസെറ്റിനെയും ലക്കിയും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് കമ്പിപ്പാലം. സംഭവം കാണുമ്പോഴൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കെയറായിട്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് വരിക. ഞാനാണെങ്കിൽ അവിടുന്ന് അങ്ങ് ദൂരേന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ കൊച്ചു പാലം സൺസെറ്റാ, കുഞ്ഞു പാലം വരാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കേസ് അച്ഛനും മോനും വന്നിട്ടുണ്ട്. ലക്കി ശരിക്കും ആസ്വദിച്ചു കേട്ടോ. അവൻ അവിടുന്ന് വരണമെന്നേ ഇല്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് മേളിൽ വന്നിട്ടുണ്ട്. സൺസെറ്റ് നല്ല ഉഗ്ര സർപ്രൈസ് ആയിപ്പോയി. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കേട്ടോ വലിയവർക്ക്. കൊച്ചു പിള്ളേരെ കൊണ്ടുവരുമ്പം സൂക്ഷിക്കാൻ. ഞാൻ നിൽക്കുമ്പോളെ കൊണ്ട് അങ്ങ് വരെ പോയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.